ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി അപ്പോൾ നമ്മൾ വ്ളോഗ് ഇട്ടിട്ട്. അപ്പോൾ എന്തായിരുന്നു കാരണം? എന്തായിരുന്നു? അസ്സലാമു അലൈക്കും മക്കളെ, എന്താ വാർത്ത? സുഖല്ലേ? എന്താ പറയല്ലോ, ഇത്രയും ദിവസം കൂടി പണിക്കൂലി. അതെ, താങ്കൾ ക്യാഷ് ഉണ്ടാക്കണ തിരക്കില്ലേനി. അതെ, താങ്കൾ വീഡിയോയിൽ ആദ്യമായിട്ട് വരുന്നേ അല്ലേ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പറയൂ. എല്ലാവരും ഹാപ്പി അല്ലേ? ഞാൻ ഉണ്ടണില്ല. എന്തെങ്കിലും പറയാം. ഇത്രയും കാലം നമ്മള് ചെറിയ ബ്രേക്ക് ആയിന്. ഞാൻ സിംഗപ്പൂർ യാത്ര കഴിഞ്ഞ് വരേനി. ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? സുഹൃത്തുക്കളെ, താങ്കൾ കാണുക മമ്പട്ടങ്ങാടി ആസ്വദിക്കാണ് ഞങ്ങള്. സിംഗപ്പൂര് അടുത്ത ശനിയാഴ്ച നമ്മൾ അടുത്ത ശനിയാഴ്ച വാൾപ്പാറ. നമ്മള് അടുത്തത് എന്താ വാൾപ്പാറ പോകണ്ട്. അടുത്ത ആഴ്ച കാണാം. കൂടണ കാണാം മക്കളെ. ഇപ്പൊ തന്നെ അവിടെ ഒരു മയിലുണ്ടായിരുന്നു. ഇവിടെ പോയി ഇല്ല, അവിടെ ഉണ്ട്. അടിയിലെത്തിയിട്ട് കാണിച്ചു. അടിയിലെത്തിയിട്ട് കാണിച്ചാലോ? ഇവിടെ ഈ ഭാഗത്ത് ഓടിയോ ആണ്. പറങ്കന്റെ മരം. ഈ കാപ്പി ഇമ്മോറൽ ട്രാഫിക്കാണൊക്കെ. കൊറേ കുട്ടികളുണ്ട്. ഓ, പട്ടുംകൂറ്റ സാധനം. അതിന്റെ ഓണർ അവിടെ ഉണ്ട്. ബാബാ ബാബാ പറയുന്ന കേക്കുണ്ട്. നല്ല ഹിറ്റ് ഇട്ടുണ്ട്. അതെ, എല്ലാവരും വാൾപ്പാറ പോകുമ്പോ വാൾപ്പാറ പോകുമ്പോ കാണിച്ചു കിഡിലും വ്ളോഗ് ഇറങ്ങാം. എത്ര ദിവസത്തെ ട്രിപ്പാണ്? നമ്മളെ 3 ദിവസത്തെ ട്രിപ്പ്. വാൾപ്പാറ. അതെ, നമ്മള് എങ്ങനെ പോണ? എങ്ങനെ വണ്ടി? നമ്മളൊരു ജീപ്പിലും ഒരു കാറിലാണ് പോണത്. വ്ളോഗിന് വേണ്ടി ഇറക്കിയതാണ്. അവനെ എടപ്പള്ളിന്ന്. ഒരു വ്ളോഗിന് എത്ര നമ്മൾ കൊടുക്കണ്ടേ? അത് 20 മിനിറ്റിലേറെ കൂടിയാ അതിനിങ്ങനെ എക്സ്ട്രാ 500 വെച്ച് കൂടും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പാലത്തും വരുന്നപ്പോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ് അല്ലേ? പിന്നെ ഇവിടെ ഉണ്ടായതുകൊണ്ടേ ഡബിൾ റേറ്റ് കൊടുക്കണം. മേളമകനായോണ്ട്. അപ്പൊ ദിന ഈ സ്ഥലത്തിന് എന്താ പറയാ? ഈ റൂട്ടിന് ഇങ്ങനെ നേരെ പോയി കുറച്ച് ഏകദേശം എത്ര ഉണ്ട്? 1 കിലോമീറ്റർ ഉണ്ടോ? ഒരു 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ കയറി പോയാ ഒരു ഇതിന്റെ ആയിട്ട് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് അല്ലേ? പക്ഷെ എണ്ണല്ല വണ്ടി. വണ്ടിയില് ഇന്ധനമില്ല. അതുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ നിർത്തിയാണ്ട് ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നതാണ്. ഇത് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. ഓടായിക്കന്ന് ഇങ്ങനെ പോരുമ്പോ റൈറ്റിക്ക്. എങ്ങനെ വരുമ്പോ? നേരെ പോരുമ്പോ റൈറ്റിക്ക്. പാലത്ത് വന്ന് വരുമ്പോ പിന്നെ എങ്ങനെ പോണോ? മതി, വളവും തിരുവന്നില്ല. നേരെ പോരുക. നമ്മള് കാണും. അവിടെ ചിലപ്പാറ റോഡ് അവിടെ കേറുക അല്ലെ? അങ്ങനെയല്ലേ? ഞാനും അറിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഫോൺ നമ്പർ ആർക്കും വഴി കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്പർ അടിയിൽ വിളിച്ചണ്ടേ. അവർക്ക് അല്ലെങ്കിലേ വിളിച്ചാൽ കുറെ ആൾക്കാരുണ്ട് പറയുന്നത്. ഇവിടെ കൊറേ പിന്നെ പറഞ്ഞു കൊടുക്കേ. അത് ആ കാണുന്നത് എന്താ? വിഷ്വൽ ബ്യൂട്ടി. ഫസ്റ്റ് കാണുന്നത് റബ്ബറും തോട്. പിന്നെ എന്താ?
എന്താ അറിയില്ല കാട് എന്നറിയാം കാട് എന്നറിയാലേ ഇതോ ഇതൊക്കെ കാട് ഇതൊക്കെ റബ്ബർ തോട്ടം അതാ പോകുന്ന ഒരു പട്ടി ഇവിടെ കൂടെ പോണേ അക്കണ് പോണേ അവിടെ മയിലുണ്ടായിരുന്നല്ലോ മയിലുണ്ടായതാവല്ലേ മല മല അഞ്ചെടുക്ക് പോപ്പോ വലിയ മല സീന് സാധനം എന്താ അവിടെ പരി കുത്തണ കിട്ടൂല ഇങ്ങോട്ട് വരണം പറഞ്ഞു കൊടുക്കും ചില എന്താ വലിയ വലിയ തേങ്ങ അറിയില്ല വലിച്ചാൻ വീരണ്ടെന്ന് വിചാരം ഊടെ അവിടെ ബോളറക്കാൻ നിൽക്കാം മറ്റേ മഞ്ഞനെ കണ്ടാ നിർത്താൻ നോക്കി പൊക്കട പോകാൻ പൊക്കടല്ലാത്ത ചെയ്താനാണ് എത്താണ് എന്തിനും വീരല്ല പക്ഷെ കുറച്ച് ബുദ്ധിയും കൂടി കൊടുത്തില്ല തീരെ കൊടുക്കാത്താണ് ആ ബൈക്കുമ്പോ ബാഗും തീരെ തൊള്ള തുറന്ന ചെറിയ വരുള്ളൂ കാരണം അത് നമ്മളെ ഒപ്പം നടന്നപ്പോ പിന്നെ നന്നായി ഇതിന് മുന്നേ ഒരു വേറെ ടീമേനി ഇവനൊന്ന് ജസ്റ്റ് ഒന്ന് വീഴാൻ പോയിക്കണ വണ്ടി മേലെ ആ വീട് ആ നിങ്ങളൊന്ന് കാണിട്ടോ അത് കണ്ടാന്നൊന്ന് വരും കൊഞ്ഞടിയില്ല ഇങ്ങനെ മലന്റെ മേലിനകരല്ലേ അതാ ഇന്നിക്കുട്ടി നടത്താൻ കൊണ്ടാണ് നായിക്കുന്നിട്ട് പറയാൻ പറ്റും കജ്ജും കാലം വേദനിച്ചിട്ടുണ്ട് പറഞ്ഞാ നടുപ്പുറടിച്ച് ഒഴിച്ചല്ലോ ഇല്ല ഞാൻ കേറിട്ടോ ഭയങ്കര സ്റ്റാമിനയാണ് കൂട്ടത്തിലെ പ്ലെയർ ആണിത് ഞാൻ പറയണില്ല ഇനി ഇവന്റെ കളി നമ്മള് അല്ലേ ഇനി അടുത്ത് ഓനെ കളി നമ്മള് ടർഫിൽ വെച്ച് കാണുന്നതാണ് അടുത്ത ബ്ലോഗല്ല ഈ ഭാഗത്തിന്റെ പകുതി ഭാഗം ഇനി ഓന്റെ ടർഫിനാക്കാം അങ്ങനെ ഒരു ടീം പോയി ഗൈസ് എന്താ കാട്ട ടീം കുത്തിത്തിരിപ്പ് അത് സ്വിച്ചുണ്ടേ മാത്രമേ അറിയുള്ളൂല്ലേ വണ്ടി എടുക്കാനറിയോ അപ്പൊ ആ വ്ളോഗ് നിങ്ങൾ കണ്ടെന്നില്ല ഓട്ടാൻ അറിയില്ല എന്നില്ല ആ ടീമും പോയി പൈസ എടുത്താ അത് മുതലേ അത് അറാത്ത സാധനം കേട്ടോ മുട്ട മസിലാണേ പൈസ അപ്പൊ നമ്മള് വന്ന വഴിയാണിത് ഇത് ഫുള്ള് ഇങ്ങനെ തന്നെയാണ് ഒരു റബ്ബറും തോട്ടത്തിന്റെ ഉള്ളിൽ കൂടി ആയിട്ടും കുറെ കാടിന്റെ ഉള്ളിൽ കൂടി ആയിട്ടാണ് പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇരുന്ന് ഇരിക്കാനും ചെക്കന്മാരായിട്ട് വൈബ് അടിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അവിടെ ഒന്ന് കുത്തിറക്കാം. ഇതേമാതിരിക്കാം രണ്ട് സൈഡിലും റബ്ബർ തോട്ടം കുറെ കാമ്പും തോട്ടമൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്താണ് ഇതിലിങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു ഒറ്റപ്പെട്ട വീട് കാണാം. അതിമനോഹരമായ ഒരു വീട്. ബ്യൂട്ടിഫുൾ സൺറൈസ് ഈ ഭാഗത്തിൽ ആകെ ഒരേ ഒരു വീട് ഇത് മാത്രമാണ്. അപ്പൊ നിങ്ങൾ ഇതിൽ വരുമ്പോൾ ചെറിയൊരു ബാഡ് സ്മെല്ലടിക്കും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു ഫാക്ടറി ഉണ്ട്. അവിടെ നമ്മൾ ഈ കോയിന്റെ ഒക്കെ വേസ്റ്റ് കൊണ്ടുവന്നാണ്ട് എന്തോ പട്ടികൾക്കുള്ള ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഇത് പൂട്ടാൻ വേണ്ടി നാട്ടുകാരൊക്കെ കുറെ സമരം ചെയ്ത് നോക്കി, പക്ഷെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. നല്ല സ്മെല്ല് ഉണ്ടാവും, ഇതുവരെ കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അതിന്റെ പ്രതിഷേധത്തിലാണ് എല്ലാവരും. ഇനി ഇവിടെ ചെറിയൊരു വെള്ളം ചാടുന്ന ഒരു സ്ഥലമുണ്ട് അല്ലേ? അതെ, കായം വരുന്ന വെള്ളമാണ് ഇവിടെ മേലത്തെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് നമ്മളൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതാണ് ആ സ്ഥലം.
ദിവസം ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല അല്ലേ? നല്ല സ്മെല്ലല്ലേ? അപ്പോൾ നമ്മൾ പോവാണ്. ഇവിടെ അധികം നേരം നിൽക്കാൻ കഴിയുന്നില്ല, ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ 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 എന്തോ ഇതുണ്ടല്ലോ, ഇത് സ്കൂളാണ് ഗൈസ്. സ്കൂള് ഇത് ഇവിടെ ഒരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ഞാൻ അങ്ങോട്ട് കുറച്ച് എന്താ റബ്ബർ തോട്ടമല്ല, എന്താ ഞങ്ങളുടെ എന്താ റബ്ബർ തോട്ടമല്ല, ഏകദേശം അതെ പാലത്തുമ്മ എത്താനായി. ഇവിടുന്ന് ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ അല്ലേ? അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോസ് അങ്ങോട്ട് മുന്നോട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും സെറ്റാക്കി കേട്ടോ.